സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ധനവിനിയോഗത്തിന് മുൻഗണനാക്രമം നിശ്ചയിക്കണമെന്നും കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗം തൊഴിലാളികളെ മുൻഗണനാ വിഭാഗത്തിലാക്കണമെന്നും BKMU സംസ്ഥാന സെക്രട്ടറി ജോൺ വി ജോസഫ് അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കാലത്തെ സാഹചര്യം ഉപയോഗിച്ച് അന്നത്തെ നാളുകളിൽ 45 രൂപ വലിയൊരു തുകയായിരുന്നു. അത് പടിപടിയായി ഉയർന്നാണ് ഇന്നത്തെ നിലയിൽ 1600 രൂപയിലെത്തിയത്. എന്നാൽ പുതിയ കാലത്തെ സാമ്പത്തിക ചെലവുകൾ, ജീവിത ചെലവുകൾ പരിഗണിക്കുമ്പോൾ 1600 എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയാണ്. മാത്രവുമല്ല, അത് കുടിശ്ശികയില്ലാതെ തൊഴിലാളികളുടെ വീടുകളിൽ എത്തിക്കാൻ, അവരുടെ കൈകളിൽ എത്തിക്കാനുള്ള ബാധ്യത സർക്കാരിൽ നിക്ഷിപ്തമാണ്. അത് വിനിയോഗിക്കപ്പെടണം. എന്നാൽ കേരളത്തിലെ ക്ഷേമനിധി പെൻഷനുകളിൽ പലതും ഇന്ന് 3-4 മാസങ്ങളായി കുടിശ്ശികയായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഭൂഷണമല്ല എന്ന അഭിപ്രായമാണ് BKMUവിനുള്ളത്. PK പണിക്കർ അധ്യക്ഷത വഹിച്ചു. PG ത്രിഗുണസൻ, TM സദൻ, CA ഐസക്, CK മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ച് ഉപാധിരഹിതമായി നൽകുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.